ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സണ്ണി എഡ് ഹബ്. നമ്മളിന്ന് ക്ലാസ് 10 CBSEയുടെ മാത്തമാറ്റിക്സ് ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. പുതിയൊരു സീരീസ് ആണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. ചാപ്റ്റർ 1 റിയൽ നമ്പേഴ്സ്. അതിനകത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്സ് ഇൻട്രൊഡക്ഷൻ, ദ ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമാറ്റിക്, എക്സസൈസ് 1.1, റീവിസിറ്റിംഗ് ഇറാഷണൽ നമ്പേഴ്സ്, എക്സസൈസ് 1.2 ആൻഡ് സമ്മറി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പാർട്ട് 1 നമ്മൾ എന്താ പഠിക്കുന്നത്? ഇൻട്രൊഡക്ഷൻ, ദ ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമാറ്റിക്. എന്താണ് ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമാറ്റിക് അല്ലേ? നോക്കാം. അപ്പൊ ഇവിടെ സാറ് കുറേ നമ്പറുകൾ 1 മുതൽ 50 വരെയുള്ള കുറേ നമ്പേഴ്സ് ഇങ്ങനെ ഇവിടെ എഴുതിയിരിക്കുകയാണ്. ഓക്കെ, 1 2 3 4 അങ്ങനെ തുടങ്ങി ഇപ്പൊ 32 ആയി. അങ്ങനെ കുറേ നമ്പേഴ്സ്. എത്ര നമ്പേഴ്സാ പറഞ്ഞത് സാറ്? 49, 50. ഓക്കെ. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ഇതിനകത്ത് പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ്? പ്രൈം നമ്പേഴ്സ് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച കാര്യമാണ്. എന്താണ് പ്രൈം നമ്പർ എന്നുള്ളത് നിങ്ങൾ ഇവിടെ പറഞ്ഞു തരണം സാറിന്. എന്താണ് പ്രൈം നമ്പർ? വാട്ട് ഈസ് എ പ്രൈം നമ്പർ? പ്രൈം നമ്പർ. ഓക്കെ. എന്താണ് പ്രൈം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഈ പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ പ്രത്യേകത, ഫോർ എക്സാമ്പിൾ 5 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ ആണ്. അതായത് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ഇൻറ്റു 1, ഇങ്ങനെ മാത്രമേ 5 കിട്ടത്തുള്ളൂ. ഓക്കെ. എന്നാൽ 6 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ അല്ല. കാരണം 6നെ നമുക്ക് 6 ഇൻറ്റു 1 എന്ന് എഴുതുന്നത് പോലെ തന്നെ 3 ഇൻറ്റു 2 എന്ന് എഴുതിയാലും എന്ത് കിട്ടും? 6 കിട്ടും. അപ്പൊ 6നെ നമ്മൾ എന്ത് പറയാ? ഒരു കോമ്പോസിറ്റ് നമ്പർ ആണെന്നാണ് നമ്മൾ 6നെ പറയാം അല്ലേ? അപ്പൊ സാറേ 1ഓ? അതാണ് നിങ്ങൾക്ക് ഉണ്ടാവുന്ന അടുത്ത ചോദ്യം. എന്താണ് 1? സാർ 1 എങ്ങനെയാണ്? 1 ഇവിടെ കൊടുത്തേക്കുന്നത്, ഈ 1 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ ആണോ അതോ കോമ്പോസിറ്റ് നമ്പർ ആണോ? 1 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു പ്രൈം. അതൊരു പ്രൈം നമ്പർ അല്ല. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു എന്താണ്? കോമ്പോസിറ്റ്. അതൊരു കോമ്പോസിറ്റ് നമ്പറും അല്ല. അതെന്താ സാറേ? കാരണം എന്താ? പ്രൈം നമ്പർ ഡെഫിനിഷനിൽ പറയുന്നത് പ്രൈം നമ്പർ ഈസ് എ നമ്പർ വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 1. ഒന്നിനേക്കാളും വലിയ സംഖ്യയാണ് എന്ത്? പ്രൈം നമ്പർ എന്ന് പറയുന്നത്. അതുകൊണ്ട് 1 എന്തല്ല? പ്രൈം നമ്പർ അല്ല. കോമ്പോസിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ കണ്ടു, കോമ്പോസിറ്റ് 6 കോമ്പോസിറ്റ് നമ്പർ ആണ്. കാരണം അത് 3 ഇൻറ്റു 2 എന്നും എഴുതാം. പിന്നെന്താ? 6 ഇൻറ്റു 1 എന്നും എഴുതാം. അപ്പോ രണ്ട് എന്താണ് നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് ആരെ എഴുതാം? 6നെ എഴുതാം. ഉം. അപ്പൊ അതുകൊണ്ട് അതൊരു കോമ്പോസിറ്റ് നമ്പർ ആണ്. ഓക്കെ. 5 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ ആണ്. എന്തുകൊണ്ടാണ്? അതിന് നമുക്ക് 5 ഇൻറ്റു 1, അതായത് ആ നമ്പർ തന്നെ പിന്നെന്താണ്? ഒരു 1 കൂടി. ഇങ്ങനെ എഴുതാൻ കഴിയുള്ളൂ. അതുകൊണ്ട് 5നെ നമ്മൾ എന്താ പറയാ? പ്രൈം നമ്പേഴ്സ് എന്ന് വിളിക്കും. അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഫസ്റ്റത്തെ ഈ 1നെ അങ്ങട് ഒഴിവാക്കാം. 1നെ ഒഴിവാക്കി കഴിഞ്ഞാല് ബാക്കിയുള്ളതില് ഏതൊക്കെയാണ് പ്രൈം നമ്പർ എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ചോദ്യം വരുന്നത്. അല്ലേ? അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് എന്താണ്? ഫസ്റ്റ് കിടക്കുന്നത് ആരാണ്? ഫസ്റ്റ് കിടക്കുന്നത് എന്താണ്? 2 ആണ്. 2 അല്ലേ? എന്താണ് കിടക്കുന്നത്? 2. നോക്കാം. 2, 2. ഇതാണ് ഫസ്റ്റ് കിടക്കുന്നത്. ഈ 2 എന്ന് പറയുന്നത് പ്രൈം നമ്പർ ആണോ അല്ലയോ എന്നാണ് എന്റെ ചോദ്യം. യെസ്, 2 ഈസ് എ പ്രൈം നമ്പർ. എന്തുകൊണ്ടാണ് 2നെ നമ്മൾ പ്രൈം നമ്പർ എന്ന് വിളിക്കുന്നത്? ബിക്കോസ് 2 ഇൻറ്റു 1 ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? 2 കിട്ടത്തുള്ളൂ. ഓക്കെ. അപ്പൊ 2 പ്രൈം നമ്പർ ആണ്. ഇനി ഇതിന്റെ ട്രിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ബാക്കിയുള്ള പ്രൈം നമ്പർ കാണാൻ 2ന്റെ എല്ലാ ഫാക്ടേഴ്സും നിങ്ങൾ ഡിലീറ്റ് ചെയ്യണം. അപ്പൊ 4 ഡിലീറ്റ് ചെയ്യണം. 2 ഇൻറ്റു 2 4. 6 ഡിലീറ്റ് ചെയ്യണം. പിന്നെന്താണ്? 8, 10, പിന്നെന്താണ്? 12. ഓക്കെ. പിന്നെന്താ? 40. അതായത് 2ന്റെ എല്ലാ മൾട്ടിപ്പിൾസും എന്താണ് നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയണം. അതൊന്നും പ്രൈം നമ്പർ അല്ല. ഓക്കെ. ഇപ്പൊ സാർ ഇവിടെ ഡിലീറ്റ് ചെയ്യണം നോക്കൂ കേട്ടോ. പ്രൈം നമ്പേഴ്സിൽ 2ന്റെ എല്ലാ മൾട്ടിപ്പിൾസും സാർ ഡിലീറ്റ് ചെയ്യണം. 10, 12, 14, 16, 18, 20, 22, 24, 26, 28, 30, 32, 34, 36, 38, 40, 42, 44, 46, 38, 50. യെസ്. ഓൾ ദ മൾട്ടിപ്പിൾസ് ഓഫ് 2. മനസ്സിലായോ? ഇറ്റ്സ് ഡിലീറ്റഡ്. ഓക്കെ. സോ അതൊന്നും പ്രൈം നമ്പേഴ്സ് അല്ല. ദ നമ്പേഴ്സ് വിച്ച് ആർ ഡിലീറ്റഡ് നൗ ആർ നോട്ട് പ്രൈം നമ്പേഴ്സ്. ക്ലിയർ? യെസ്. അപ്പൊ ഏതാണ് പ്രൈം നമ്പർ? 2. സോ 2 നമുക്ക് എടുത്ത് എഴുതാം. 2 ഈസ് എ പ്രൈം നമ്പർ. ഓക്കെ. ഇനി അടുത്ത പ്രൈം നമ്പർ വരുന്നത് 3 ആണ്. ഓക്കെ. അപ്പൊ 3യും സാർ ഇവിടെ എടുത്ത് എഴുതുന്നത് 3 ഈസ് അനദർ പ്രൈം നമ്പർ. ഇനി 3ന്റെ എല്ലാ മൾട്ടിപ്പിൾസും നമ്മൾ എന്ത് ചെയ്യണം? വെട്ടിക്കളയണം. അപ്പൊ 3ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് ഇവിടെ നമുക്ക് വരുന്നത് എന്താ? 3ന്റെ മൾട്ടിപ്പിൾസ് ആരാണ്? 3ന്റെ മൾട്ടിപ്പിൾസ് 9. കണ്ടോ? ഇവിടെ 9 കണ്ടോ നിങ്ങള്? അപ്പൊ 9 എന്താണ്? 9 വെട്ടിക്കളയാം. 9. ഓക്കെ. പിന്നെ 3 9 4 12 15. 15 വെട്ടിക്കളയാം. ഓക്കെ. പിന്നെന്താണ്? പിന്നെ നമുക്ക് 27 വെട്ടിക്കളയാം. അല്ലെ? 9 ടു 27. 33. അങ്ങനെ നിങ്ങൾ എന്താണ്? 3യുടെ മൾട്ടിപ്പിൾസ് ആയ 9 വെട്ടി. 15, 21, 27, 30, 39, 45, എന്താണ്? 49. ഓക്കെ.
49 ഇല്ല. നെക്സ്റ്റ് 5 ആണ്. 5 ആണ് നമ്മുടെ നെക്സ്റ്റ് പ്രൈം നമ്പേഴ്സ് വരുന്നത്. 5ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് ഇവിടെ നമുക്ക് വെട്ടിക്കളയാൻ പറ്റുന്നത് 5 കഴിഞ്ഞ് 25 വെട്ടി. പിന്നെ 35 പോയി. പിന്നെന്താ? പിന്നെ ഒന്നുമില്ല. ഓക്കെ. ദെൻ നെക്സ്റ്റ് 7 ആണ്. ഓക്കെ. 7 എടുത്ത് എഴുതി. 7ന്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു 7, 2, 7, 14 അതൊക്കെ ഓൾറെഡി വെട്ടിപ്പോയി. 21 വെട്ടിപ്പോയി. 28 ഒക്കെ വെട്ടിപ്പോയി. പിന്നെ വരുന്നത് 49 ആണ്. അത് പോയി. അടുത്തത് 11. 11 നമ്മൾ എടുത്ത് എഴുതി. 11 കഴിഞ്ഞ പിന്നെ ഏതാണ്? 11ന്റെ മൾട്ടിപ്ലിക്കേഷൻ 22. 22 ഓൾറെഡി വെട്ടിപ്പോയി. പിന്നെ 33 ഓൾറെഡി വെട്ടിപ്പോയി. 44 ഓൾറെഡി വെട്ടിപ്പോയി. 13. 13 ആണ് അടുത്ത പ്രൈം നമ്പർ. അടുത്ത പ്രൈം നമ്പർ 17, 19, ദെൻ എന്താണ് 23. ഓക്കെ. ദെൻ അവിടെ വരുന്നതൊക്കെ പ്രൈം നമ്പേഴ്സ് ആണ്. ഇതിനൊക്കെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ എഴുതാൻ കഴിയുള്ളൂ. 37, 41, 43, 47. സോ ദീസ് ആർ ദ പ്രൈം നമ്പേഴ്സ് ബിറ്റ്വീൻ 1 ആൻഡ് 50. അപ്പോ 2 മുതൽ 47 വരെയുള്ള ഈ ഈ പറഞ്ഞ സംഖ്യകൾ ഒരു സംഖ്യയും നമുക്ക് മറ്റേതെങ്കിലും 2 സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാൽ കിട്ടത്തില്ല. മനസ്സിലായോ? ഇപ്പൊ 17 പ്രൈം നമ്പർ ആണെന്ന് പറയാൻ കാരണം 17 ഇൻറ്റു 1 ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? 17 കിട്ടത്തുള്ളൂ. ക്ലിയർ? യെസ്? യെസ്. ഓക്കെ. അപ്പോ ബാക്കി അതായത് ഇപ്പൊ സാറേ ബ്ലൂവിൽ കാണിച്ചിരിക്കുന്ന എല്ലാം ഒഴികെ ബാക്കി ആ യെല്ലോയിൽ കാണുന്ന എല്ലാവരും എന്തിനെന്ന് വിളിക്കും? കോമ്പോസിറ്റ് നമ്പർ എന്ന് വിളിക്കും. അപ്പൊ ഏതൊക്കെയാണ്? 4, 6, 8, 9, 10 കണ്ടോ? 12, 14, 15, 16, 18, 20, ഓക്കെ 21, 22 ആ യെല്ലോയിൽ കാണുന്ന എന്താണ്? എല്ലാവരും 38 അങ്ങനെ പോയി. ഇവിടം വരെ ഉണ്ട് 45, 46, 48, 49, 50. ദീസ് നമ്പേഴ്സ് ഇപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്ന ഈ നമ്പേഴ്സ് എല്ലാം എന്താണ്? എന്താണ്? കോമ്പോസിറ്റ് നമ്പർ ആണ്. വൈ ദേ ആർ നോൺ ആസ് കോമ്പോസിറ്റ് നമ്പേഴ്സ്? അവരെന്തുകൊണ്ടാണ് നമ്മൾ കോമ്പോസിറ്റ് നമ്പർ എന്ന് വിളിക്കുന്നത്? ഇറ്റ് ഈസ് ബിക്കോസ് ഇതിനെ നമുക്ക് വേറെ 2 സംഖ്യകളുടെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് എഴുതാം. ഫോർ എക്സാമ്പിൾ 8. 8 കോമ്പോസിറ്റ് നമ്പർ ആണ്. ബിക്കോസ് 8 can be written as 4 into 2 or 8 can be written as 2 into 2 into 2. കണ്ടോ? അപ്പോ അതുകൊണ്ട് ഇത് കോമ്പോസിറ്റ് നമ്പർ ആണ്. 11 is a prime number. Why? 11 can be only written as 11 into 1. ഓക്കെ. അപ്പൊ ആ സംഖ്യയും പിന്നെ 1 മാത്രം എന്താണ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോഴാണ് ആ സംഖ്യ കിട്ടുന്നതെങ്കിൽ അത് എന്ത് നമ്പർ ആയിരിക്കും? പ്രൈം നമ്പർ ആയിരിക്കും. ക്ലിയർ? യെസ്. സോ എനി നാച്ചുറൽ നമ്പർ ക്യാൻ ബി റിട്ടൺ ആസ് എ പ്രോഡക്റ്റ് ഓഫ് ഇറ്റ്സ് പ്രൈം ഫാക്ടേഴ്സ്. നമ്മൾ ഏതൊരു സംഖ്യേനെ നമുക്ക് ഇതിന്റെ പ്രൈം ഫാക്ടേഴ്സ് ആയിട്ട് നമുക്ക് എഴുതാനായിട്ട് കഴിയും. ഇപ്പോ ഇവിടെ സാർ എഴുതിയിരിക്കുന്ന 4 നോക്കാം. ഇവിടെ ഒരു 4 എഴുതിയിട്ടുണ്ട് കണ്ടോ? 4. ഈ 4 ക്യാൻ ബി റിട്ടൺ ആസ് എന്താണ്? 2. 4ൽ 2 എത്ര ടൈംസ് പോവും? 2 ടൈംസ് പോവും. 4ൽ 2 തവണ പോവും. സോ 4 ക്യാൻ ബി റിട്ടൺ ആസ് 2 into 2 and 2 is a prime number and this 2 is another prime number. Clear? Yes. So you can write 4 as 2 into 2. Similarly, what about 253? You can write it as 11 into 23. Similarly, നിങ്ങൾക്ക് ഏതൊരു നമ്പറിനെയും അതിന്റെ പ്രൈം ഫാക്ടേഴ്സ് ആയിട്ട് എഴുതാനായിട്ട് കഴിയും. സോ നൗ ലെറ്റ് us try and look at നാച്ചുറൽ നമ്പേഴ്സ് ഫ്രം ദ അതർ ഡയറക്ഷൻ. നമ്മൾ ഇപ്പോൾ ചെയ്ത ഈ ഒരു കാര്യം ഉണ്ടല്ലോ. ഇപ്പൊ നമ്മൾ എന്താ ചെയ്തത്? ഒരു സംഖ്യ സാർ തന്നു. നിങ്ങൾ അതിനെ ഫാക്ടറൈസ് ചെയ്ത് ഈ പറയുന്ന ഫാക്ടറൈസ് കണ്ടുപിടിച്ചു. മനസ്സിലായോ? അതായത് 4 തന്നു. 4ൽ നിന്ന് നിങ്ങൾ എന്ത് കണ്ടെത്തി? 2ഉം ഈ 2ഉം കണ്ടെത്തി. എന്റെ ചോദ്യം തിരിച്ച് ചെയ്താലോ? അതായത് ഇത് പ്രൈം നമ്പർ ആണ്, ഇത് പ്രൈം നമ്പർ ആണ്. അല്ലേ? ഇതും പ്രൈം നമ്പർ ആണ്, ഇതും പ്രൈം നമ്പർ ആണ്. ഈ 2 പ്രൈം നമ്പർ ഇപ്പൊ 2 പ്രൈം നമ്പേഴ്സ് അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കും. ഓക്കെ. അതായത് ഒരു പ്രൈം നമ്പർ 1 പ്രൈം നമ്പർ ഇത് അനദർ പ്രൈം നമ്പർ രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്കൊരു പോസിറ്റീവ് നമ്പർ കിട്ടില്ല. ഫോർ എക്സാമ്പിൾ 3 ഒരു പ്രൈം നമ്പർ ആണ്. 5 അനദർ പ്രൈം നമ്പർ. ദ ആൻസർ 50. ഒരു പോസിറ്റീവ് ഇൻഡിജർ. നെക്സ്റ്റ് 7 ഒരു പ്രൈം നമ്പർ ആണ്. 2 ഒരു പ്രൈം നമ്പർ ആണ്. മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 40. അനദർ പോസിറ്റീവ് ഇൻഡിജർ. അല്ലേ? യെസ്. അപ്പൊ ഇപ്പൊ ചെയ്തതിന്റെ ഓപ്പോസിറ്റ് ചെയ്യാനോട് പറയാൻ. നൗ ലെറ്റ് us try to look at natural numbers from the other direction. That is, can any natural number be obtained by multiplying prime numbers? Let us see. അപ്പൊ നമുക്ക് നോക്കാം. Take any collection of prime numbers 2, 3, 7, 11 and 23. If we multiply some or all of these numbers, allowing them to repeat as many times as we wish, we can produce a large collection of positive integers. അപ്പൊ നിങ്ങൾ ഇവിടെ 2, 3, 7, 11, 23 അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പ്രൈം നമ്പേഴ്സ് എടുക്കും. ഇപ്പൊ സാർ എടുത്തിരിക്കുന്ന 2 എടുത്തു, 3 എടുത്തു, 7 എടുത്തു. ഫസ്റ്റ് നമ്മൾ 2, 3, 7 എടുത്തു. എന്നിട്ട് 2ഉം 3യും കൂടി ഞാൻ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. എത്രയാണ് 2 and 3? എത്രയാണ് ആൻസർ? 6. ക്ലിയർ? അതുപോലെ തന്നെ ഞാൻ 2ഉം 7ഉം മൾട്ടിപ്ലൈ ചെയ്തു. സോ മൈ ആൻസർ ഈസ് 14. അതുപോലെ നെക്സ്റ്റ് 3യും
7ഉം മൾട്ടിപ്ലൈ ചെയ്യും. മൈ ആൻസർ ഈസ് 21. ഓക്കെ. സോ ഇവിടെ ഞാൻ ചെയ്തപ്പോ ഇവിടെ ഈ എഴുതിയിരിക്കുന്ന സംഖ്യകളുടെ പ്രത്യേകത എന്താ? ഈ എഴുതിയിരിക്കുന്നത് all these numbers are what? Prime numbers. Okay. And what about this number? 6, 14, 21. All these numbers are positive integers. അതായത് പോസിറ്റീവ് സംഖ്യകൾ. നിങ്ങൾ എണ്ണുന്ന സംഖ്യകളില്ലേ? ആ സംഖ്യകളാണ് ഇതൊക്കെ. അപ്പോ പ്രൈം നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? പോസിറ്റീവ് ഇന്റിജേഴ്സ് കിട്ടുമെന്ന് മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? അത് തന്നെയാണ് നമ്മുടെ പോയിന്റ്. സോ ദീസ് ആർ നോൺ ആസ് പ്രൈം നമ്പേഴ്സ് ആൻഡ് ദീസ് ആർ പോസിറ്റീവ് ഇന്റിജേഴ്സ്. ഓക്കെ, ലെറ്റ്സ് ടേക്ക് അനദർ സെറ്റ് 11, 23. 11ഉം 21ഉം കൂടി എടുത്തിട്ട് നമുക്ക് നോക്കാം. സപ്പോസ് 7 into 11 into 23. ഇവിടെ 3 പേരെയാണ് നമ്മൾ എടുത്തത്. ആരൊക്കെയാണ്? 7 എടുത്തു, 11 എടുത്തു, 23. So 7, 11 into 23. Final answer 1771. 1771. And it is a natural number. Positive number ആണ്. Clear? And one positive number is എന്താണ്? Generated by multiplying 3 prime numbers. Please. Okay, clear? Yes. Yes. Next. 3 into 7 into 11 into 23. അപ്പോഴും നമുക്ക് കിട്ടുന്നത് എന്താണ്? Another പോസിറ്റീവ് ഇന്റീജർ ആയിരിക്കും. ഇതെന്താണ്? പോസിറ്റീവ് ഇന്റീജർ ആണ്. ആൻഡ് ഓൾ ദീസ് ആർ പ്രൈം നമ്പേഴ്സ്. ക്ലിയർ? യെസ്. ലെറ്റ്സ് ടേക്ക് അനദർ എക്സാമ്പിൾ. 2, 3, 7, 11 ആൻഡ് 23. നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. യു വിൽ ഗെറ്റ് എ ലാർജ് നമ്പർ. ഓക്കെ. ആൻഡ് ദീസ് നമ്പർ ഈസ് ഓൾസോ പോസിറ്റീവ് ഇന്റീജർ. ആൻഡ് ഇറ്റ് ഈസ് എന്താണ്? ഇതെങ്ങനെ കിട്ടിയത് നമുക്ക്? 2, 3, 7, 11 into 23. ഓൾ ദീസ് ആർ പ്രൈം നമ്പേഴ്സ്. പ്രൈം നമ്പേഴ്സ്. Okay. That means a positive integer can be written as the multiplication or protection of എന്താണ്? Prime numbers. നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് ഇന്റീജറിനെ മറ്റു പ്രൈം നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് എഴുതാനായിട്ട് കഴിയുമെന്നാണ് നമുക്ക് ഇത് മനസ്സിലായത്. ഇനി അനദർ എക്സാമ്പിൾ. ഇപ്പൊ ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ 2 എന്ന് പറയുന്ന ആൾ 3 തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഓക്കെ. 3 1 ടൈംസ് ഉള്ളൂ. 7 എന്ന് പറയുന്നത് 3 ടൈംസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ വരുന്ന കേസുകൾ നമ്മൾ 2 ഒരു പ്രാവശ്യം എഴുതിയിട്ട് എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? 1, 2, 3. റിപ്പീറ്റ് ചെയ്യുന്നത് മുകളിൽ എഴുതണം. ഇൻറ്റു 3 എഴുതാം. ഇൻറ്റു 7 ഇവിടെ 3 തവണ വരുന്നു. 7 raised to 3. So this is the answer. Clear? Yes. So ഇവിടെയും 2 3 times, 3 1 times, 7 3 times. All these are what? Prime numbers. Clear? And this one is positive integer. Clear? Yes. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ അതിനെ എഴുതുന്നത്. ഓക്കെ. ആദ്യം നിങ്ങൾ ചെറിയ സംഖ്യ എഴുതണം, പിന്നെ വലിയ സംഖ്യ, അങ്ങനെ ഓർഡറിലാണ് എഴുതേണ്ടത്. ഓക്കെ. സോ അനദർ എക്സാമ്പിൾ. 2 into 2 into 3 into 7 into 11 into 23. 2 1 2 5 2 ആണ്. അപ്പൊ ഇവിടെ 2 എത്ര ടൈംസ് ഉണ്ട്? നിങ്ങൾ അതിനൊന്ന് എഴുതി നോക്കി. 2 എന്ന് പറയുന്നത് ഇവിടെ 2 ടൈംസ് ഉണ്ട് അല്ലേ? അപ്പോ 2, this is 2, 2 ടൈംസ് into 3 into 7 into 11 into 23. ഇങ്ങനെ നമുക്ക് എഴുതാൻ കഴിയും. ഓക്കെ. ക്ലിയർ? യെസ്. സോ വി ക്യാൻ പ്രൊഡ്യൂസ് ഓൾ ദ കോമ്പോസിറ്റ് നമ്പേഴ്സ് ദിസ് വേ. ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കോമ്പോസിറ്റ് നമ്പർ ഉണ്ടാക്കാൻ പറ്റുമോ? വാട്ട് ഡു യു തിങ്ക്? എന്താ നിങ്ങൾ വിചാരിക്കണം? എല്ലാ കോമ്പോസിറ്റ് നമ്പറും ഇങ്ങനെ പ്രൈം നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ കഴിയുമോ? ഡു യു തിങ്ക് ദാറ്റ് ദർ മേ ബി എ കോമ്പോസിറ്റ് നമ്പർ വിച്ച് ഈസ് നോട്ട് ദ പ്രൊഡക്റ്റ് ഓഫ് പവേഴ്സ് ഓഫ് പ്രൈംസ്? ഇനി ഏതെങ്കിലും കോമ്പോസിറ്റ് നമ്പർ ഉണ്ടോ ഇതുപോലെ പ്രൈം നമ്പേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാൻ കഴിയാത്ത ഏതെങ്കിലും കോമ്പോസിറ്റ് നമ്പർ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടോ എന്നാണ് ചോദ്യം. 2 എന്താണ്? അതിപ്പോ ഓൾറെഡി പ്രൈം നമ്പർ ആണ്. 3 അതും പ്രൈം നമ്പർ. 4 can be written as 2 into 2 പ്രൈം നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് എഴുതാം. ഓക്കെ. 5 പ്രൈം നമ്പർ ആണ്. 6 can be written as 3 into 2. സോ അനദർ പ്രൈം നമ്പർ. കണ്ടോ? അങ്ങനെ നിങ്ങൾ എഴുതി നോക്കുകയാണെങ്കിൽ എല്ലാ സംഖ്യകളെയും നിങ്ങൾക്ക് ഇതുപോലെ പ്രൈം നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് എഴുതാം. ആ സംഖ്യകൾ ഐദർ പ്രൈം നമ്പർ, ഒന്നില്ലെങ്കിൽ ഒരു പ്രൈം നമ്പർ ആയിരിക്കും, അല്ലെങ്കിലോ പ്രൈം നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും എല്ലാ സംഖ്യകളും. ഓക്കെ. ലെറ്റ്സ് ഫാക്ടറൈസ് പോസിറ്റീവ് ഇന്റീജേഴ്സ്. നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്യാം. ഒരു വലിയ സംഖ്യ എടുക്കുകയാണ്. 32,760. 32,760. ഇങ്ങനെയുള്ള ഒരു കേസ് വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ അതിനെ ആദ്യം എന്താണ്? 2 കൊണ്ട് ഹരിക്കണം അല്ലേ? അതിനെ എന്താണ്? ഫാക്ടറൈസ് ചെയ്യണം. 32760 ഇങ്ങനെ വരയ്ക്കുക, ഇങ്ങനെ വരയ്ക്കുക, ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ. ക്ലിയർ? അങ്ങനെ സാർ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യണം? പോസ് ചെയ്തിട്ട് സ്വന്തമായിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം. ഓക്കെ. സാർ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് 2 പറയും
2 വെച്ച് നിങ്ങൾ ഡിവൈഡ് ചെയ്തു. എന്താ ആൻസറാ കിട്ടിയത് നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതുക. എന്നിട്ട് മാത്രമേ വീഡിയോ കാണാ. വീഡിയോ പോസ് ചെയ്യുക. ക്ലിയർ? സോ ദ ആൻസർ ഈസ് 16380. അഗെയിൻ നമ്മൾ അതിനകത്ത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. സോ യു വിൽ ഗെറ്റ് 8190. അഗെയിൻ 2. യു വിൽ ഗെറ്റ് 4095. അഗെയിൻ 2. യു വിൽ ഗെറ്റ് 1365. അഗെയിൻ സോറി 2 അല്ല 3. 3. So you will get 455. Again 5. 5 വെച്ച് ഡിവൈഡ് ചെയ്യുക. So you will get 91. Again 7. And you will get 30. ക്ലിയർ? ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ. ആദ്യം 2 കൊണ്ട് ഹരിച്ചു. അപ്പൊ നമുക്ക് എന്താണ് 16380 കിട്ടി. ദെൻ എന്താണ് നമ്മള് ദെൻ നമ്മൾ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. പിന്നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 3, 3, 5, 7. ലാസ്റ്റ് നമുക്ക് കിട്ടിയത് പ്രൈം നമ്പർ കിട്ടിയപ്പോൾ നിർത്തി. ക്ലിയർ? സോ എല്ലാം നമുക്ക് ഒന്നുകൂടി ഒന്ന് എടുത്ത് എഴുതി കഴിഞ്ഞാൽ 2 എത്ര തവണ 2 വരുന്നുണ്ട്? 2, 1, 2, 3. 3 ടൈംസ് ഉണ്ടോ? 1, 2, 3. 3 തവണ 2 വരുന്നുണ്ട്. 1, 2. 2 തവണ 3 വരുന്നുണ്ട്. ബാക്കിയെല്ലാം ഓരോ തവണ വരുന്നു. ഓക്കെ? ക്ലിയർ? യെസ്. അപ്പോൾ ഇവിടുത്തെ കൊണ്ട് എടുക്കണം 13 കൊണ്ട് എടുക്കണം. ഓക്കെ? സോ നമുക്ക് ഈ ഒരു വലിയ സംഖ്യയെ നമ്മൾ എന്ത് ചെയ്തു? ഫാക്ടറൈസ് ചെയ്തു. ഓക്കെ? 2 എത്ര ടൈംസ് വന്നു? 3 ടൈംസ് വന്നു. 3 2 ടൈംസ് വന്നു. 5 into 7. So every composite number can be written as the product of powers of primes. ഇത് നമുക്ക് എന്ത് മനസ്സിലായി? എല്ലാ നമ്പറുകളും എല്ലാ കോമ്പോസിറ്റ് നമ്പറുകളെയും നിങ്ങൾക്ക് ഇതുപോലെ 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 പ്രൈം നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ എഴുതാനായിട്ട് കഴിയും? എല്ലാ നമ്പേഴ്സിനും. ഓക്കെ? അങ്ങനെ കഴിയും എന്ന് പറയുന്ന തിയറിയുടെ പേരാണ് ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്മെറ്റിക്. മനസ്സിലായോ? എന്താണ് ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്മെറ്റിക്? യു ക്യാൻ റൈറ്റ് എവറി കോമ്പോസിറ്റ് നമ്പർ ആസ് ദ പ്രൊഡക്റ്റ് ഓഫ് പവേഴ്സ് ഓഫ് പ്രൈംസ്. പ്രൈംസിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് എല്ലാ കോമ്പോസിറ്റ് നമ്പേഴ്സിനും എഴുതാൻ കഴിയും. ഓക്കെ? യെസ്. ലെറ്റ്സ് ടേക്ക് അനദർ എക്സാമ്പിൾ. 210. അപ്പൊ ഇവിടെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 105. അഗെയിൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു 35. അഗെയിൻ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 70. ക്ലിയർ? ഇവിടെ എങ്ങനെ എഴുതി? 2 into 3 into 5 into 7. ഓക്കെ? സിമിലർലി ഇത് മറ്റൊരു രീതി ചെയ്യാം സാർ. ഒരു കുട്ടി ആദ്യം 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. സാർ അത് അങ്ങനെ ചെയ്തു ചെയ്യാം. അപ്പൊ എത്ര കിട്ടി? 42 കിട്ടി. ദെൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ 14 കിട്ടി. ദെൻ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അഗെയിൻ 2 കിട്ടി. ഇപ്പോഴും നമ്മൾ നേരത്തെ കിട്ടിയ സംഖ്യകൾ തന്നെയല്ലേ കിട്ടിയേക്കണേ? നോക്കിയേ. അല്ലേ? അതെ. 5 കിട്ടി, 3 കിട്ടി, 7 കിട്ടി, 2 കിട്ടി. ഇത് തന്നെയാണ് നേരത്തെയും കിട്ടിയത്. 5, 3, എന്താണ് 7, 2. ക്ലിയർ? പക്ഷെ ഓർഡറിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അല്ലേ? അപ്പൊ അത് നമുക്ക് എഴുതാം. സിമിലർലി യു ക്യാൻ റൈറ്റ് അനദർ വേ. സപ്പോസ് യു സ്റ്റാർട്ടഡ് വിത്ത് 2. So you will get a 105. Then 7, you will get 15. Okay. Then 3, you will get 5. So next the order is 2 into 7 into 3 into 5. ഇതിനകത്ത് ഏതാണ് ശരി സർ? ഇതിപ്പോ ഒരു 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 താക്കോലിന്റെ ലോക്കാണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാണ് പ്രൈം നമ്പേഴ്സ് ആണ് ചെറുതിന്ന് വലുതിലേക്കായിരിക്കണം. ഉത്തരം 210 എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് പ്രൈം നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ചെറുതിന്ന് വലുതിലേക്കായിരിക്കണം. ഉത്തരം എത്രയായിരിക്കണം? 210 ആയിരിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് മാത്രം എടുക്കുള്ളൂ? ഫസ്റ്റത്തെ മാത്രമേ എടുക്കുള്ളൂ. അതായത് നിങ്ങളുടെ ആ ലോക്കിന്റെ കോഡ് എത്രയായിരിക്കും? 2, 3, 5, 7. അപ്പൊ ഇതൊരു യൂണിക് ആണ്. അല്ലേ? അല്ലേ? അപ്പൊ ഏത് ഓർഡറിൽ എഴുതിയാലും ശരി എല്ലായിടത്തും എന്ത് തന്നെയാണ് വരുന്നത്? 2ഉം 3ഉം 5ഉം 7ഉം തന്നെയാണ് വരുന്നത്. നമ്മൾ എഴുതേണ്ടത് അസെൻഡിങ് ഓർഡറിലാണ്. ഏത് ഓർഡറിലാണ് നമ്മൾ എഴുതേണ്ടത്? വി ക്യാൻ റൈറ്റ് ഇൻ അസെൻഡിങ് ഓർഡർ. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് എനി കോമ്പോസിറ്റ് നമ്പർ ക്യാൻ ബി ഫാക്ടറൈസ്ഡ് ആസ് എ പ്രോഡക്റ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് ഇൻ എ യൂണിക് വേ. കണ്ടോ? 2, 3, 5, 7 തന്നെ ആയിരിക്കും അവിടെ വരിക. അപ്പൊ 210നെ നിങ്ങൾ എങ്ങനെ ഫാക്ടറൈസ് ചെയ്താലും നിങ്ങൾക്ക് കിട്ടുന്നതിൽ ആരൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ? 2ഉം 3ഉം 5ഉം 7ഉം മാത്രം ഉണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് യൂണിക് വേയിൽ ഒരു രീതിയിൽ മാത്രം അതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും. ദെൻ ഇറ്റ് ഈസ് നോൺ ആസ് ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്മെറ്റിക്. ഇതിനെയും ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്മെറ്റിക് എന്ന് പറയും. അപ്പൊ ശരിക്കും ഇതിന്റെ ഒറിജിനൽ തിയറം എന്ന് പറയുന്നത് എന്താണ്? ഈ രണ്ട് തിയറും കൂടി ചേർന്നതാണ്. അപ്പൊ നേരത്തെ പഠിച്ചത് എന്തായിരുന്നു? നമുക്ക് ഏതൊരു കോമ്പോസിറ്റ് നമ്പറിനെയും പ്രൈം നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ പ്രൊഡക്ഷൻ ആയിട്ട് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ? അത് നമ്മൾ മനസ്സിലാക്കി. 1. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? എനി കോമ്പോസിറ്റ് നമ്പർ. ഏതൊരു കോമ്പോസിറ്റ് നമ്പേഴ്സിനെയും നമുക്ക് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രൈം നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു യൂണിക് വേയിലായിരിക്കും. മനസ്സിലായോ? ഒരു തരത്തിലേ നമുക്ക് കിട്ടുള്ളൂ. ഇപ്പൊ 2, 3, 7, 5. അത് ഒരു തരത്തിലേ കിട്ടണല്ലേ? അതിനകത്ത് വേറെ നമ്പേഴ്സ് വരുന്നുണ്ടോ? ഇല്ല. എല്ലായിടത്തും ആ നമ്പർ തന്നെ വരും. പക്ഷെ ഓർഡറിൽ വ്യത്യാസമുണ്ടെന്ന് മാത്രം. ഓർഡർ നമ്മളിപ്പോ എന്ത് എഴുതുള്ളൂ? അസെൻഡിങ് ഓർഡറിൽ എഴുതുള്ളൂ. അപ്പൊ എപ്പോഴും കിട്ടുന്നത് ഒരേ ആൾക്കാർ തന്നെയല്ലേ? അതെ.
ഇത് രണ്ടിനെയും ചേർത്തിട്ടാണ് നമ്മൾ എന്ത് പറയുക? ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമാറ്റിക് തിയറം 1.1. എന്താണ് തിയറം പറയുന്നത്? നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, ആ തിയറം വായിച്ചു നോക്കുക. എവരി കോമ്പോസിറ്റ് നമ്പർ, ഫോർ എക്സാമ്പിൾ കോമ്പോസിറ്റ് നമ്പർ 6 ക്യാൻ ബി എക്സ്പ്രസ് ആക്കാൻ പറ്റും, ഫാക്ടറൈസ് ആക്കാൻ പറ്റും. പ്രോഡക്റ്റ് ഓഫ് പ്രൈംസ്, ഇതിനെ നമുക്ക് 2 × 3 എന്ന് എഴുതാം. പ്രോഡക്റ്റ് ഓഫ് പ്രൈംസ് ആൻഡ് ദിസ് ഫാക്ടറൈസേഷൻ ഈസ് യൂണിക്. ഇതെന്താണ്? ഒരു തരത്തിലേ എഴുതാൻ പറ്റുള്ളൂ. നിങ്ങളിപ്പോ 3 × 2 എന്ന് എഴുതില്ല. കാരണം ഇങ്ങനെ അസെൻഡിങ് ഓർഡറിൽ എഴുതുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 2 × 3 എന്ന് എഴുതുള്ളൂ. ഇത് യൂണിക് ആണ്. കണ്ടോ? ക്ലിയർ? യെസ്. എപ്പാർട്ട് ഫ്രം ദ ഓർഡർ ഇൻ വിച്ച് ദ പ്രൈം ഫാക്ടേഴ്സ് ഒക്കെ. കണ്ടോ? ഓർഡർ നിങ്ങൾ പരിഗണിക്കരുത്. അങ്ങനെയാണെങ്കിൽ എല്ലാ നമ്പേഴ്സിനും ഒരൊറ്റ ആൻസർ ഉണ്ടാവുള്ളൂ. ഓക്കെ. ഇപ്പൊ 6 എന്ന് പറഞ്ഞത് നിങ്ങളുടെ ഒരു കീ ആണെന്ന് വിചാരിക്കുക, ഒരു താക്കോലാണെന്ന് വിചാരിക്കുക. ഓക്കെ. അപ്പൊ ആ കീ നിങ്ങൾക്ക് തുറക്കണമെങ്കിൽ എന്താണ് അവിടുത്തെ നമ്പർ? നമ്പർ എന്ന് പറയുന്നത് 2, 3. കണ്ടോ? ക്ലിയർ? യെസ്. സോ ദിസ് ഈസ് നോൺ ആസ് എന്താണ്? ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമാറ്റിക്. ക്ലിയർ? യെസ്. അപ്പൊ ഇനി നമുക്ക് എക്സസൈസിലേക്ക് പോവാം. ഫസ്റ്റ് എക്സസൈസ് എടുക്കുക. നിങ്ങൾ NCERT എക്സസൈസ് 1.1 എടുക്കാം. അത് വളരെ ഈസിയാണ്. നിങ്ങൾ 9ാം ക്ലാസ്സിലൊക്കെ ചെയ്തിട്ടുള്ളത് പോലെ ഫാക്ടറൈസ് ചെയ്യാനാണ്. അപ്പൊ സാർ പെട്ടെന്ന് ചെയ്തു. ആദ്യം 140 ആണ്. 140നെ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ഓഫ് ഓൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എത്ര കിട്ടും? 70. ഓക്കെ. 70നെ നമുക്ക് വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എത്ര കിട്ടും? 35. 35നെ വീണ്ടും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ 7. സോ എല്ലാം കൂടി എടുത്ത് എഴുതുക. 2 × 2 × 5 × 7. 2 ടൈംസ് വരുന്നത് കൊണ്ട് 2 സ്ക്വയർ then into 5 into 7. Clear? Yes. Next question. 156. 156നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ 78 കിട്ടും. അഗെയിൻ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ 39 കിട്ടും. അഗെയിൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ യു വിൽ ഗെറ്റ് 30. ഇതെല്ലാം എടുത്ത് എഴുതുക. 2 × 2 × 3 × 30. ദാറ്റ് ഈസ് 2 സ്ക്വയർ × 3 × 30. നിങ്ങൾ ഇതെല്ലാം പോസ് ചെയ്തിട്ട് തനിയെ ചെയ്ത് നോക്കണം കേട്ടോ. അടുത്തത് 3825. Again we can write 5. 5ൽ അവസാനിക്കുന്നതുകൊണ്ട് 5ൽ പോവും. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 765. Then 5 കൊണ്ട് again ഡിവൈഡ് ചെയ്യുക. 153. Okay. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 51. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 70. Clear? So the answer is 5 × 5 × 3 × 3 × 70. Clear? Yes. നെക്സ്റ്റ് നാലാമത്തെ ക്വസ്റ്റ്യൻ 5005 ആണ്. നമുക്കതിനെ ഫസ്റ്റ് ഓഫ് ഓൾ കാണുമ്പോൾ തന്നെ അറിയാം. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ. 1001 കിട്ടും. അഗെയിൻ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. യു വിൽ ഗെറ്റ് 143. 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. യു വിൽ ഗെറ്റ് 30. Okay. So the answer is 5 × 7 × 11 × 30. The last question 7429. Again first of all divide it with 70. നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും പോകുന്നുണ്ടാവില്ല. 11 പോവില്ല, 13 പോവില്ല. മനസ്സിലായോ? ലാസ്റ്റ് നിങ്ങൾ എവിടെ എത്തും? 17 എത്തും. അപ്പൊ പോണതാണ് കേട്ടോ. തനിയെ ചെയ്ത് നോക്കണം. അപ്പൊ 437 കിട്ടി. അവിടെ നമുക്ക് 19 പിന്നെ പോവുള്ളൂ. ഓക്കെ. അപ്പൊ 19 വരെയൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ എത്ര കിട്ടി? 23 കിട്ടി. ക്ലിയർ? സോ ദ ആൻസർ ഈസ് 17 × 19 × 20. ക്ലിയർ? സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് ലെസൺ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇത്തരത്തിലുള്ള ഈ ഓൺലൈൻ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് റെക്കോർഡഡ് വീഡിയോസ് ആണ്. ഈ വീഡിയോസ് നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് അയച്ചു തരുന്നതായിരിക്കും. ഈ വീഡിയോസ് കണ്ട് നിങ്ങൾക്ക് പഠിക്കാം. പരീക്ഷയ്ക്ക് മുന്നേ ഒന്നും കൂടി കണ്ട് റിവൈസ് ചെയ്യാം. നിങ്ങളുടെ എക്സസൈസുകളും ഹോംവർക്കുകളും ഈ വീഡിയോനെ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അനിമേറ്റഡ് ആണ്. സോ ഇത്തരം ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ സാറിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. 9747977418. ക്ലിയർ? സോ എങ്ങനെയാണ് ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അയച്ചു തരുന്നത്? നിങ്ങളുടെ മെയിൽ വഴിയായിരിക്കും. നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇമെയിലിൽ മുഴുവനായിട്ട് കണ്ട് 1 വർഷത്തേക്ക് നിങ്ങൾക്ക് ഇത് കണ്ടു പഠിക്കാവുന്നതാണ്. സോ ഉടൻ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക. ക്ലിയർ? താങ്ക് യു.